പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച് ജില്ലാ നേതൃത്വം. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. മാധ്യമങ്ങൾ ബോധപൂർവം വ്യാജവാർത്ത നൽകുന്നുവെന്നും KP ഉദയഭാനു. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി നേരിടും. ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എന്താണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കയ്യാങ്കളി വിവാദത്തെപ്പറ്റി പറയുന്നത്? ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ PB ഹർഷകുമാറും ആരോപണ വിധേയരായ രണ്ടുപേരാണ്. PB ഹർഷകുമാർ അതുപോലെ തന്നെ മുൻ MLA K പത്മകുമാർ. ഈ രണ്ടുപേരും ഇത് നിഷേധിക്കുകയാണ്. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഇന്നലെ മന്ത്രി VN വാസുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരം ഒരു കയ്യാങ്കളി നടന്നത്. അത് മുഖ്യമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ചയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച ഒരു വിശദീകരണമാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ചർച്ചകളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. അത് CPIM-ൽ സ്വാഭാവികമാണ്. ഒരു ബഹളത്തിന്റെ രൂപത്തിലേക്ക് പോയാൽ തന്നെ മറ്റു തരത്തിലുള്ള തർക്കങ്ങളൊന്നും അല്ലെങ്കിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തിയിട്ടില്ല. മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകുകയാണ് എന്നാണ് CPIM നേതാക്കൾ വിശദീകരിക്കുന്നത്. ഈ വ്യാജ വാർത്ത നൽകുന്നത് UDF-നെ സഹായിക്കാനാണ് എന്നുകൂടി CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി VN വാസവൻ ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ സംസാരിക്കാനായി പ്രശ്നപരിഹാരത്തിനായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ MV ഗോവിന്ദൻ ഇവിടേക്ക് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയം പാർട്ടി പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമായി പോകുന്നതിനിടയിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പാർട്ടിയെ പുകമറയിൽ നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് UDF-നെ സഹായിക്കാനാണെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. ശ്രീമാനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.